ജനങ്ങൾക്ക് വളരെ വേഗം തന്നെ നീതി ലഭിക്കുന്നതിന് ബാക്കി എല്ലാ തർക്കങ്ങളും പരസ്പര ചർച്ചയിലൂടെ പറഞ്ഞു ഒതുക്കാൻ കഴിയും ഒരു മധ്യസ്ഥൻ്റെ സാന്നിധ്യത്തിൽ. എനിക്ക് എൻ്റെ അവകാശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ ആ അവകാശം എനിക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് അവകാശം ഉണ്ടെന്ന് ആരാ പറഞ്ഞു തരിക? നൂറുകണക്കിന് പരാതികളാണ് ജനങ്ങൾ കോർപ്പറേഷന് മുൻപാകെ സമർപ്പിച്ച് അതിന് പിന്നെ ഒരു സ്ഥലത്തും സുപ്രീം കോടതി പോലും നമുക്കൊരു അപ്പീൽ കൊടുക്കാൻ ഒക്കില്ല എന്ന നിയമവ്യവസ്ഥയുണ്ട്. കുറേ കാലം കോടതിയിൽ നടക്കുന്ന ഒരു ലിറ്റിഗേഷൻ ആ ഭാഗം ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന തീരുമാനത്തിന് കോർട്ട് ഡിക്രിയുടെ അതേ വാലിഡിറ്റി ഉണ്ട്. എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ പറ്റും, പ്രശ്നങ്ങൾ അവിടെ തന്നെ തീർക്കാം എന്നുള്ളതാണ്. അതായത് മുളയിലെ നുള്ളുക എന്ന് പറയുന്ന അതുപോലെയാണ്. പ്രധാന കാര്യങ്ങളാണല്ലോ, ഒരിക്കലും കേസ് തീരുന്നില്ല, നീണ്ടു പോകുന്നു, അതുപോലെ വലിയ പണച്ചെലവുണ്ട്, അഡ്വക്കേറ്റിന് എൻഗേജ് ചെയ്യണം. നമസ്കാരം. കേരള ലീഗൽ സർവീസ് അതോറിറ്റിയും തിരുവനന്തപുരം കോർപ്പറേഷനും ഗാന്ധി സ്മാരക നിധിയും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പരാതി പരിഹാര സംരംഭമാണ് ജനകീയ ന്യായസഭ. നൂറുകണക്കിന് പരാതികളാണ് ജനങ്ങൾ കോർപ്പറേഷന് മുൻപാകെ സമർപ്പിച്ച് തീർപ്പാവാതെ നിലവിലുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ പരാതികൾ പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജില്ലാ ജഡ്ജിയും ഹൈക്കോടതി ജഡ്ജിയും ഉൾപ്പെടുന്ന പാനൽ നേതൃത്വം കൊടുക്കുന്ന ഒരു പരാതി പരിഹാര സംവിധാനമാണിത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വളരെ വേഗം തന്നെ നീതി ലഭിക്കുന്നതിന് ഈ പ്രക്രിയ വളരെ ഗുണകരമാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ ജസ്റ്റിസ് M.R. ഹരിഹരൻ നായർ, കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം ഗാന്ധിയൻ തത്വങ്ങളുമായിട്ട് യോജിച്ച് ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഗാന്ധിജിയുടെ പല പരിപാടികളിൽ ഒന്ന് പ്രാധാന്യം കൊടുത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം, ഈ സ്വതന്ത്ര ഭാരതത്തിൽ തർക്കങ്ങൾ തീർക്കാനായിട്ട് കോടതിയും പോലീസും ഒന്നും ആവശ്യമില്ല. അതിലുണ്ടെങ്കിൽ തന്നെ ഏറ്റവും നല്ല മാർഗം ഒരു ജനകീയ സംവിധാനത്തിൽ മധ്യസ്ഥരുടെ ഇടപെടലിലൂടെ തർക്കങ്ങൾ പറഞ്ഞ് ഒതുക്കണം. അപ്പോൾ ആ ഒരു പരിപാടി ലക്ഷദ്വീപിലും മറ്റുമൊക്കെ വിജയകരമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്ത് അത്ര പോപ്പുലറായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഫോം ചെയ്തത്. അതിൻ്റെ പ്രിൻസിപ്പിളും ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ളതാണ്. അതായത് പൗരന്മാർ തമ്മിൽ ഉണ്ടാകുന്ന വഴക്കുകൾ, വീട്ടിനകത്തുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, പൊതുജനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, ഈ നോൺ കമ്പൗണ്ടബിൾ വിഭാഗത്തിലുള്ള ക്രിമിനൽ കേസുകൾ ഒഴികെ ബാക്കി എല്ലാ തർക്കങ്ങളും പരസ്പര ചർച്ചയിലൂടെ പറഞ്ഞു ഒതുക്കാൻ കഴിയും ഒരു മധ്യസ്ഥൻ്റെ സാന്നിധ്യത്തിൽ. അത്തരത്തിലുള്ള ഒരു സ്കീമാണ് കേരള ലീഗൽ സർവീസ് അതോറിറ്റിക്കുള്ളത്. അപ്പോൾ അതും നഗരസഭയുടെ ചുമതലയിൽ വരുന്ന കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സ്ഥിരം സംവിധാനം എന്നുള്ള നിലയിൽ എല്ലാ മാസവും കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന ഒരു നിശ്ചിത തീയതിയിൽ കോർപ്പറേഷൻ പറയുന്ന സ്ഥലത്ത് തന്നെ, അവർ അനുവദിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ, ഈ ഹെഡ് ക്വാർട്ടേഴ്സിന് സമീപം ഒരു കെട്ടിടത്തിൽ മധ്യസ്ഥന്മാർ വന്ന് ലീഗൽ സർവീസ് അതോറിറ്റി അയക്കുന്ന ട്രെയിൻഡ് മീഡിയേറ്റേഴ്സ് വന്നിരുന്ന് ഈ കോർപ്പറേഷൻ ഓഫീസിൽ ഇതിനായി വച്ചിരിക്കുന്ന പെട്ടിയിൽ ലഭിക്കുന്ന എല്ലാ പരാതികളും ഒരു സ്ഥിരാടിസ്ഥാനത്തിൽ എല്ലാ മാസവും നിശ്ചിത തീയതിയിൽ വന്ന് ഇവിടെ ഒരു അദാലത്ത് നടത്തി പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുണ്ടാകുന്ന തീരുമാനത്തിന് കോർട്ട് ഡിക്രിയുടെ അതേ വാലിഡിറ്റി ഉണ്ട്. അത് നിയമപ്രകാരം തന്നെ അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ട്. ഇത് വേറെ ഒരു കോടതിയിലും പിന്നീട് ചോദ്യം ചെയ്യാൻ കഴിയുന്നതല്ല എന്നുള്ള അഡീഷണൽ അഡ്വാൻറ്റേജും ഉണ്ട്. നമ്മളിപ്പോൾ കോടതികളെ പറ്റി പറയുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണല്ലോ, ഒരിക്കലും കേസ് തീരുന്നില്ല, നീണ്ടു പോകുന്നു, അതുപോലെ വലിയ പണച്ചെലവുണ്ട്, അഡ്വക്കേറ്റിന് എൻഗേജ് ചെയ്യണം, വളരെ റിജിഡാണ് കോടതികൾ, സമയത്ത് റിലീഫ് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളത്. ഇതിനൊക്കെ ഒരു പരിഹാരമാണ്. ഇതാകുമ്പോഴത്തേക്ക് യാതൊരു പണച്ചെലവും ഇതിന് വേണ്ടി വരുന്നില്ല. കോർപ്പറേഷനും സാമ്പത്തിക ബാധ്യതയില്ല. കോർപ്പറേഷൻ്റെ ഇതിലെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവയർനെസ് പൊതുജനങ്ങൾക്ക് കൊടുക്കുക,
ഇവിടെ ഒരു പെട്ടി വയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ജനകീയ ന്യായസഭ, ജൻസ എന്നാണ് ഞങ്ങളിതിന് പേരിട്ടിരിക്കുന്നത്. അവിടെ പരാതികൾ നിക്ഷേപിക്കാനായിട്ടുള്ളൊരു പെട്ടി വച്ചിട്ട് അതിൽ വരുന്ന ഏത് തരത്തിലുള്ള സിവിൽ തർക്കങ്ങളായിരുന്നാലും, സാധാരണ നമ്മൾ വീട്ടിന് അടുത്തുള്ള അയൽക്കാരുമായിട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ, പെറ്റ്സിനെ വളർത്തുന്നതാകാം, കാർ പാർക്കിംഗ് ആകാം, അതുപോലെ പിന്നെ മരങ്ങളുടെ ശാഖകൾ തള്ളി നിൽക്കുന്നു, തേങ്ങ വീഴുന്ന, പിന്നെ ഓട് പൊട്ടുന്നു, ഇത്തരത്തിലുള്ള സാധാരണ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും. അതുപോലെ തന്നെ കുടുംബത്തിനകത്ത് അച്ഛനും മകനും തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഏത് തരത്തിലുള്ള തർക്കങ്ങളായിക്കൊള്ളട്ടെ, ഒരു ഒറ്റ പേജിലുള്ള ഒരു വെള്ള പേപ്പറിൽ ഞങ്ങൾ ഒരു ഫോം അതിലേക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട്. ഫോമിലായാലും ഏറ്റവും നല്ല വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അത് സ്റ്റാമ്പ് ഒന്നും ആവശ്യമില്ല, കോർട്ട് ഫീസില്ല, അഡ്വക്കേറ്റ് വേണ്ട, ഒന്നും വേണ്ട. ഇവിടുത്തെ പെട്ടിയിൽ കൊണ്ടുവന്നിട്ടാൽ നിശ്ചിത തീയതിയിൽ അത് സെക്രട്ടറി ഇതിനെ എടുത്ത് ലിസ്റ്റ് ചെയ്ത് ലീഗൽ സർവീസ് അതോറിറ്റിക്ക്, വഞ്ചൂരുള്ള ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഓഫീസിൽ അത് എത്തിക്കുകയും അവിടെ നിന്ന് പിന്നെ അതിൻ്റെ ചുമതലകൾ മുഴുവൻ നടത്തുന്നത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് സാമ്പത്തിക ചെലവില്ല. അവരുടെ ട്രെയിൻഡ് മീഡിയേറ്റേഴ്സുണ്ട്. അവർ കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന തീയതിയിൽ ഇവിടെ വന്ന് രണ്ട് കക്ഷികളെയും സമൻസ് അയച്ച് ഇവിടെ വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ തർക്കങ്ങൾ പറഞ്ഞൊതുക്കി രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ കാര്യങ്ങൾ തീർക്കുന്നു. അതിന് പിന്നെ ഒരു സ്ഥലത്തും സുപ്രീം കോടതി പോലും നമുക്കൊരു അപ്പീൽ കൊടുക്കാൻ ഒക്കില്ല എന്ന നിയമവ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് ഫൈനലായിട്ട് തീരുന്നു. ഈ കാര്യങ്ങൾ പിന്നെ നടപ്പാക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതിന് കോർട്ട് ഡിക്രിയുടെ അതേ പ്രാബല്യം കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കോടതി വഴി തന്നെ നടപ്പിലാക്കാം. അല്ലാതെ തന്നെ ഈ ലീഗൽ സർവീസ് അതോറിറ്റിനെ നടപ്പാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. കമ്മീഷൻ ബത്തയുടെ ചിലവില്ല. ഇവിടുന്ന് നയിക്കുന്ന ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കൈവശം ട്രെയിൻഡ് ആളുകളുണ്ട്. അവർ തന്നെ പോയി യാതൊരു സാമ്പത്തിക ബാധ്യതയില്ലാതെ കമ്മീഷൻ റിപ്പോർട്ടോ അതുപോലത്തെ ഈ സമൻസ് അയക്കാനോ വാറണ്ട് അത്തരത്തിലുള്ള നടപടികൾക്കൊന്നിനും പണം ചിലവില്ല. അപ്പോൾ ഇതൊരു സ്ഥിരം സംവിധാനമായിട്ട് വന്നാൽ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് വളരെ വലിയ ഒരു റിലീഫായിരിക്കും. ഇപ്പോൾ കോടതിയിലും മറ്റും പോയി ധാരാളം പണച്ചെലവ് ഉണ്ടാകുന്നതെല്ലാം ഒഴിവാക്കാം. ഇതുപോലെ തന്നെ ഏതാണ്ട് സമാന സ്വഭാവത്തിൽ ഉള്ള പരാതികൾ ഇവിടെ നഗരസഭയ്ക്കും ലഭിക്കുന്നുണ്ട്. കാരണം ഈ മുനിസിപ്പാലിറ്റീസ് ആക്ടിൽ അതിന് വ്യവസ്ഥയുണ്ട്. അങ്ങനെ ഇവിടെ തീരുമാനമാകാതെ വളരെ നാളായിട്ട് കെട്ടിക്കിടക്കുന്ന കേസുകൾ വേണമെങ്കിൽ കോർപ്പറേഷന് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഇതേപോലെ തന്നെ കൈമാറാം. അതും ഇവിടെ നടക്കുന്ന അദാലത്തിൽ വെച്ച് ഇവരുടെ ബന്ധപ്പെട്ട എല്ലാവരുടെയും, അതായത് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് ഡെപ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ അവരുടെയും കൂടെ സാന്നിധ്യത്തിൽ ഇതെല്ലാം പറഞ്ഞൊതുക്കാനുള്ള ഒരു വലിയ പരിപാടിയാണ്. ഇതിപ്പോൾ തന്നെ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലും പിറവം മുനിസിപ്പാലിറ്റിയിലും കൊച്ചി നഗരസഭയിലും നടന്നു വരുന്നു. 2 വർഷമായി വെങ്ങാനൂർ, 1 വർഷത്തിന് മുമ്പേ, 1.5 വർഷത്തിന് മുമ്പേ പിറവത്ത്, 1 വർഷമായിട്ട് കൊച്ചിയിൽ നടക്കുന്നു. വിജയകരമായിട്ട് നടക്കുന്ന പരിപാടിയാണ്. ഇതിനൊരു പ്രവർത്തിക്കാനുള്ള ആവശ്യമായ സജ്ജീകരണങ്ങൾ കോർപ്പറേഷൻ തന്നെ ഒതുക്കും. മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ആ സംവിധാനമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം, സാധാരണക്കാരന് ചിലവില്ലാതെ നീതി കിട്ടുന്ന ഒരു സംവിധാനം നടപ്പാക്കാനാണ് ഞങ്ങളുടെ ശ്രമം. ഞാൻ എസ് ഷംനാഥ്, തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയാണ്, സീനിയർ സിവിൽ ജഡ്ജുമാണ്. നമുക്കറിയാം, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടുത്തെ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി വരുന്നത് വീട്ടുകാർ അല്ലെങ്കിൽ അയൽക്കാരൊക്കെ തമ്മിലുള്ള ഏറ്റവും വലിയ ചെറിയ പ്രശ്നം, മരത്തിൻ്റെ പ്രശ്നം, ഏതെങ്കിലും പ്ലാവില വീണതിൻ്റെ നിസ്സാരമായ പ്രശ്നം, വഴിത്തർക്കം, അങ്ങനെ തുടങ്ങിയ വിവിധ ഒരുപാട് കാര്യങ്ങൾ അവരെപ്പോഴും സമീപിക്കുന്നത് ഇതിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രതിനിധികളോടാണ്. പക്ഷെ പലപ്പോഴും അത് കൃത്യമായ തീരുമാനത്തിൽ എത്തുമെന്ന് ചോദിച്ചാൽ അത് വീണ്ടും കൊഗ്നൈസബിൾ ഒഫൻസായി മാറും. കൃത്യമായ രീതിയിൽ അത് ബയാസ് ഇല്ലാതെ കാര്യങ്ങൾ നടന്നാൽ മാത്രമേ യഥാർത്ഥമായൊരു തീരുമാനം അവിടെ വരികയുള്ളൂ. പക്ഷേ 2 കൂട്ടർ തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞവസാനിപ്പിച്ച് ഒരു എഗ്രിമെൻ്റ് എഴുതി വെച്ചാൽ അതവിടെ തന്നെ തീരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പലപ്പോഴും അതിനൊരു സാങ്ക്ടിറ്റി കിട്ടാറില്ല. അഥവാ ഒരു എഗ്രിമെൻ്റ് ലഭിച്ചാൽ, എഗ്രിമെൻറ്റിലേക്ക് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ എന്താണ് വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമായി നിൽക്കുന്നുണ്ട്. അതേസമയം ലീഗൽ സർവീസസ് അതോറിറ്റി ഇടപെട്ടുകൊണ്ട് 2 കൂട്ടർ തമ്മിലുള്ള ഒരു പ്രശ്നം തമ്മിൽ സംസാരിച്ച് പരിഹരിച്ച് തീർക്കുമ്പോൾ കുറേ കാലം കോടതിയിൽ നടക്കുന്ന ഒരു ലിറ്റിഗേഷൻ ആ ഭാഗം ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഡിഗ്രി. അത് നമുക്ക് സിവിൽ കോടതി തന്നെ എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതില്ലാതെ തന്നെ
കാര്യങ്ങൾ തമ്മിൽ സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ മനസ്സുകൾ തമ്മിൽ ഒരുമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ പറ്റും, പ്രശ്നങ്ങൾ അവിടെ തന്നെ തീർക്കാം എന്നുള്ളതാണ്. അതായത് മുളയിലേ നുള്ളുക എന്ന് പറയുന്ന അതുപോലെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എല്ലാവരുടെയും ജനങ്ങളുടെ പങ്കാളിത്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് പ്രകാരമാണ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം കെൽസ, നൽസ, DLSA ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് അത് പാസ്സാക്കിയത് 1987 അത് പ്രകാരം നൽസ, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, സ്റ്റേറ്റ് ലെവൽ ലീഗൽ സർവീസസ് അതോറിറ്റീസ് അഥവാ ഇവിടെ കേരളത്തിലാണെങ്കിൽ കെൽസ, പിന്നെ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റീസ് ഉണ്ട്. അവിടെയെല്ലാം ജഡ്ജസ് ആണ് അത് മാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡെപ്യൂട്ടേഷൻ പോസ്റ്റാണ്. അവർ ജുഡീഷ്യൽ വിങ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ DLSAയും കെൽസയും നെൽസയും ഒക്കെ നിൽക്കുന്നത്. ഇവിടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണ ജനങ്ങൾക്ക് അവയർനെസ് ഇല്ല എന്നുള്ളത്. എനിക്ക് എൻ്റെ അവകാശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ ആ അവകാശം എനിക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് അവകാശം ഉണ്ടെന്ന് ആരാ പറഞ്ഞു തരിക? എനിക്ക് ഇന്ന അവകാശങ്ങളുണ്ട്, എൻ്റെ ഉടമസ്ഥതയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അത് കൃത്യമായി നിങ്ങൾക്ക് വിനിയോഗിക്കേണ്ടതുണ്ട് എന്ന് പറയാനുള്ള ഒരു കാര്യം, അതാണ് അവബോധം എന്ന് പറയുന്നത്. അപ്പോൾ ആ അറിവ് കൊടുക്കുക. ഒപ്പം തമ്മിലുള്ള പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടു പോയി വലിയ പലപ്പോഴും രണ്ട് കരകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തമ്മിൽ പോലുമായിട്ടുണ്ട്. അതൊക്കെ മാറ്റാൻ നമുക്ക് ഇത്തരത്തിലുള്ള മനസ്സുകൾ തമ്മിലുള്ള ഒരുമിപ്പിക്കലിലൂടെ നടക്കും. അതിനാണ് ലീഗൽ സർവീസ് അതോറിറ്റീസ് നിൽക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സ് നന്നാക്കുക. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു സ്വപ്നമുണ്ട്, ഗ്രാമസ്വരാജ്. മാത്രമല്ല അടിത്തട്ടിൽ തന്നെ ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കുകയും പ്രശ്നങ്ങൾ കോടതികളിലെത്തി കുറേ കാലം നീണ്ട് പ്രശ്നങ്ങൾ മാറാതെ എത്രയും വേഗം കാര്യങ്ങൾ നിവർത്തി വരുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിന് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ 3 ടയർ സിസ്റ്റം നമുക്ക് വളരെ അത്യാവശ്യമാണ്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നതും വരുന്നതുമായ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അത് ജനപ്രതിനിധികളുടെ മാനസികമായ പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ അതിന് സാധിക്കും. ഒപ്പം നമ്മുടെ പ്രശ്നങ്ങളും ലഘൂകരിക്കാം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസമാധാനമായി ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. താങ്ക് യു വെരി മച്ച്. ഒരു തർക്കരഹിത സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം തന്നെ ഒരു ആദർശ ഭാരതത്തിൻ്റെ, സ്വപ്ന ഭാരതത്തിൻ്റെ ആണിക്കല്ലുകളിലൊന്നാണ്. വികസിത ഭാരതത്തെപ്പറ്റി നാം സ്വപ്നം കാണുമ്പോൾ തന്നെ അവിടെ നീതിയും ന്യായവും സമാധാനവും എല്ലാ വ്യക്തികൾക്കും ലഭ്യമാകുന്നുണ്ടോ ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് ഓർക്കേണ്ടതുണ്ട്. ജനകീയ ന്യായസഭ എന്ന കാഴ്ചപ്പാടിലൂടെയും ഗിഷ് അല്ലെങ്കിൽ ഗാന്ധിയൻ ഇനിഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി എന്ന കാഴ്ചപ്പാടിൻ്റെയും ലക്ഷ്യം തന്നെ ചെറിയ ചെറിയ തർക്കങ്ങൾ പരസ്പരം ഡയലോഗിൽ കൂടെ, സംസാരത്തിൽ കൂടെ മറ്റുള്ളവരുടെ മാനവികതയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നിച്ച് ചേർന്ന് പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ പറയുമല്ലോ, അത് സൃഷ്ടിക്കലാണ്. ഇതൊരു സ്വപ്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ കുറച്ച് നാളായി ആദരണീയനായ ഞങ്ങളുടെ നേതാവെന്നതിന് ഒരു ഗുരു എന്ന് തന്നെ പറയാവുന്ന ജസ്റ്റിസ് ഹരിഹരൻ നായർ സാറിൻ്റേത്. ഇത് ജനങ്ങളിലെത്തണം ഈ സന്ദേശം. ജീവിതമെന്ന് പറയുന്നത് തർക്കിക്കാനും കലഹിക്കാനും അവിടെ വിജയം ഉണ്ടാകും എങ്കിൽ പോലും ആ ഒരാളുടെ വിജയം മറ്റൊരാളുടെ ദുഃഖത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലപ്പുറത്ത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട്, മറ്റുള്ളവരുടെ മാനവികത മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുകയും കഴിവുള്ളിടത്തോളം അവരുടെ ആഗ്രഹങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രശ്ന പരിഹാരത്തിനൊരു സാഹചര്യം സൃഷ്ടിക്കുകയും അതിൽ പങ്കാളികളാകുകയും ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വികസിത ഭാരതത്തിലേക്കുള്ള യാത്ര തന്നെയാണ്.